ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്താണെന്നറിയോ? വളരെ ടോക്സിക് ആയ അല്ലെങ്കിൽ വളരെ കണ്ണിങ് ആയ ആൾക്കാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല ആൾക്കാരും വന്നു പോയിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ വളരെ വൈകിയായിരിക്കും ഇത്തരം ഒരു സ്വഭാവക്കാരാണ് എന്നവരെ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കാണാൻ വളരെ സ്മാർട്ടായ അല്ലെങ്കിൽ എല്ലാവരോടും വളരെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, എന്നാൽ ആരോടും യാതൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ നെയ്ബേഴ്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ബിസിനസ് പാർട്ട്നേഴ്സ്, കൊളീഗ്സ്, ഇങ്ങനെ പലരിലും ഇതുപോലുള്ള ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ, എന്ത് തെറ്റ് ചെയ്താലും ഇവർക്ക് അതിലൊരു പശ്ചാത്താപമോ വിഷമോ ഒന്നും കാണില്ല. ആരോടും സോറി ഒന്നും പറയാൻ തയ്യാറാവില്ല. കാരണം നമ്മളോട് വളരെ സ്നേഹത്തിൽ പെരുമാറിയിട്ട് നമ്മളൊന്ന് അവിടെ നിന്ന് മാറുമ്പോൾ മറ്റുള്ളവരോട് നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങളും നെഗറ്റീവ്സും ആയിരിക്കും ഇവർ കൂടുതലും പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ നമ്മളൊന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവർ ഒരിക്കലും നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് നിങ്ങളെ അടുത്തേക്ക് വരികയോ ചെയ്യില്ല. കാരണം എപ്പോഴും അവർക്കൊരു എല്ലായിടത്തും ഒരു ഹൈ ഹാൻഡ് വേണം എന്ന് വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഥവാ ഇത്തരക്കാർ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നിങ്ങളെ അന്വേഷിച്ച് വരികയാണെങ്കിൽ അത് അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായി മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുടെ ഒരു അകലം ജീവിതത്തിൽ എപ്പോഴും പാലിക്കാൻ നമ്മൾ മനഃപൂർവ്വം ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഇവർക്ക് മാറാനോ അല്ലെങ്കിൽ ഇവർക്ക് മറ്റുള്ളവരോട് ഒരു ആത്മാർത്ഥത കാണിക്കാനോ ഇപ്പോൾ റിയൽ ആയിട്ടുള്ള അവരുടെ സ്വഭാവം വെളിവാക്കാനോ ഒരിക്കലും ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും ഇവർ ഒരിക്കലും മറ്റുള്ളവരോടൊരു സിൻസിയർ ആയിരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണോ ഇത്തരം ഒരു സ്വഭാവക്കാരാണെന്ന് മനസ്സിലായാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലുള്ള ആൾക്കാരെ ഓർത്ത് ഒരിക്കലും വിഷമിക്കാതിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെ പറ്റി നമുക്ക് അവരോട് സംസാരിച്ച് അവരെ റെഡിയാക്കാം അല്ലെങ്കിൽ പഴയതുപോലെ ആക്കാം എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. ഇപ്പോഴെങ്കിലും ഇവരുടെ റിയൽ സ്വഭാവം നമുക്ക് മനസ്സിലായല്ലോ എന്നുള്ള കാര്യം ഓർത്ത് സമാധാനിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്, ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ ഒരു വിഷമങ്ങൾ ഉണ്ടായാൽ നമ്മൾ അത് തന്നെ ചിന്തിച്ചിരിക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കാതെ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക. പകരം നമ്മളെപ്പോഴും വളരെയധികം ബിസി ആയിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ നല്ല എൻഗേജ്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇപ്പം നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഹോബി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ ആ ഇഷ്ടങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ ഒരു വ്യക്തി പോയാലും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ കാണും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് കാണും, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് കാണും. അപ്പോൾ അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ആരായാലും നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് മാത്രം കിട്ടുന്ന ഒരുപാട് ആൾക്കാർ കാണില്ലേ നിങ്ങളുടെ ലൈഫിൽ. അപ്പം അത്തരക്കാരോട് ഈ വിഷമങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, പക്ഷേ ആരെയും 100% വിശ്വസിക്കരുത് എന്നുള്ളതാണ്. കാരണം നമ്മൾ അങ്ങോട്ട് കാണിക്കുന്നത് പോലെ ആയിരിക്കില്ല തിരിച്ച് ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് തരുന്നത് എന്നുള്ളത് എപ്പോഴും മനസ്സിൽ അതിനെപ്പറ്റി ഒന്ന് ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഇനി കഴിയുന്ന അവസരങ്ങളിലെല്ലാം നല്ല ഹ്യൂമറസ് ആവുക, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ലൈഫിൽ ചിരിക്കാൻ ശ്രമിക്കുക, ചിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യക്തികളെ പറ്റി അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ആലോചിച്ച് വളരെയധികം വിഷമിച്ച് നെഗറ്റീവ് ആകാതെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വീണ്ടും വീണ്ടും ടെൻഷൻ അടുപ്പിക്കാതെ മനസ്സ് വിഷമിപ്പിക്കാതെ നമ്മളത് വിട്ടുകളയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും അതിനേക്കാൾ ബെറ്റർ പേഴ്സൺ ആയിരിക്കും ഇനി നമുക്ക് വന്നു ചേരുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരാൾ പോയാലും അതിനേക്കാൾ നല്ല ഒരാൾ വന്നു ചേരാനാണ് എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് നമ്മുടെ ജീവിതമാണ് അല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് ശരിക്കും റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷമങ്ങളൊക്കെ താൽക്കാലികം മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനേക്കാൾ ഇന്നത്തെ ഇപ്പം നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ ഒരു ചാപ്റ്റർ വളരെ മോശമാണ്, പക്ഷേ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു പോകുമ്പോൾ അതിനേക്കാൾ വളരെ ത്രില്ലിംഗ് ആയ അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ള അല്ലെങ്കിൽ വളരെ റൊമാൻറ്റിക് ആയ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ആയിരിക്കും അടുത്ത് വീണ്ടും വരാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഈ ഒരു ബാഡ് ചാപ്റ്റർ ആയതുകൊണ്ട് ആ ഒരു ബുക്ക് മുഴുവൻ ക്ലോസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പുസ്തകം അടച്ച് വെക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തികൾക്കായിട്ട് ഓർമ്മകളിൽ പോലും അവർക്ക് വേണ്ടി വിഷമിക്കാനോ അവർക്ക് വേണ്ടി സങ്കടപ്പെടാനോ ഒന്നും സമയം സ്പെൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അതിനു വേണ്ടി പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ടോക്സിക് ആയ അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിന്ന് എന്നെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാവിധ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.